ഞാൻ എന്തോ എന്നോട് ചോദിക്കാൻ വന്നല്ലോ. അല്ല, മുജിക്ക് എന്താ കെട്ടായിരുന്നേ? നിന്റെ കയ്യാൻ വേണ്ടി കാത്തിരിക്കുക? ഒരു പ്രേമുണ്ടായിരുന്നു, ചീറ്റിപ്പോയി. ആ, അതെന്താ പറ്റിയേ? എന്റെ മോനെ കുടുംബിനെ കൊണ്ട് പ്രേമായിരുന്നു. മുജിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിട്ടൊന്ന് കെട്ടായിരുന്നതാ. അപ്പോഴേക്കും ഞങ്ങളുടെ ആ മൂത്താപ്പയുടെ മോൻ കരിമിക്കനെ നിനക്കറിയില്ലേ? എനിക്കറിയാം. ആ, അങ്ങേര് കയറി അങ്ങ് കെട്ടി. അപ്പൊ മുജിക്ക് ഒന്നും പറഞ്ഞില്ലേ? മുജിക്കനെ നിനക്ക് അറിഞ്ഞൂടെ? അതൊരു പാവാ, അതെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷെ റംലുത്ത മൊത്തം അലമുണ്ടാക്കി. മുജിക്കായിട്ട് പ്രേമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരീമിക്ക പറഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നിട്ട് ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും? റംലു, ഞാൻ അത് കേൾക്കാൻ വന്നതല്ല, ഫാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു. നിങ്ങടെ കേറ്. മൂത്തുമന്തിയെ നിനക്ക് എന്തെന്നെ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താന്ന്? ഫോൺ എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരീംക്ക് എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ, എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. ഫാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടോ? കെട്ടുവന്ന് മുണ്ടാണ്ടിരി മൂത്തുമ്മ കേട്ടാണ്ട്. അത് മുജിയാ. ആ മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ആ മൂത്തുമ്മ. ഓ അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും. നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ടാണ് പറഞ്ഞത്. ഓത് ശരിക്കും ഓത്. ഫാത്തിയ, ഞാൻ ഇവിടെ 2 മാന വരച്ചാലോ? മാന വരക്കടാ. ഇവിടെ ഒരു ആൺമാനും ഇപ്പുറത്തൊരു പെൺമാനും. അല്ല, നാസർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഏയ്, വര ആർക്കാടാ ഇഷ്ടാവാത്ത? നീ വരക്കടാ. ഡാബി, നീ കെട്ടാത്തത് അവിടെ പ്രേമുള്ളോണ്ടല്ലേ? പ്രേമോ? എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയൊരു നാണം മുഖത്ത് കാണണ്ടല്ലേ? എനിക്കാ? എന്നോട് പറയടാ. എനിക്ക് പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നടാ. പ്രേമിക്കാൻ പേടിയാ? എന്തിന്? അല്ലടാ, എൻ്റെ മാമല്ലേ, മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാവും മതി, അവൻ നല്ല ഇടി. തല്ലല്ലേട്ടാ, ഇടിച്ചാ പിന്നെ പുറത്താണല്ലോ. ഞാൻ ഉമ്മാക്ക് വിഷമാവുന്ന എഴുതിട്ട് ഞാൻ ഉമ്മാടൊന്നും പറയില്ല. എല്ലാമ പെരുമാനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ചുമ്മാ അമ്മയ്ക്കണ്ടേ. ഇപ്പോൾ എൻ്റെ ഈ മുടിയില്ലേ, എൻ്റെ ഈ മുടി പറ്റ വെട്ടണം എന്നാണ് മാമൻ്റെ ഓർഡർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിവരമൊക്കെ ഉണ്ട്, ഞാനിതിന് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി. ഉമ്മയുടെ മുന്നേ വെച്ച് മാമ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാമൻ്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി. എന്നിട്ട് മാമൻ്റെ കക്ഷത്തോട്ട് എൻ്റെ കഴുത്തിങ്ങനെ ഞെരുക്കി വെച്ചിട്ട് മാമൻ്റെ കൈമുട്ടോട്ട് പുറത്ത്. എല്ലാം നല്ലതിനാ. അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ എനിക്കിപ്പോ നിന്നെ കിട്ടിയത് അല്ലേ? അതൊക്കെ പോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അന്നോടാരവിടെ കയറിയിരിക്കാൻ പറഞ്ഞ്? ഇത് നമ്മളെ പെരുമാനി തങ്ങൾ ഇരിക്കുന്ന സ്ഥല. ഇവിടെ ഇരുന്നാ തങ്ങൾ പെരുമാനിയൊക്കെ ആക്കണ്. എണീക്ക്.
അല്ല ഭായ്, ബംഗാളിൽ ആവശ്യത്തിന് പള്ളിയൊക്കെ ഉണ്ടോ? ഭായ് കമ്മ്യൂണിസ്റ്റാ? ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പൊ എങ്ങനെയാ ജീവിക്കണേ? ഈ മുസ്ലിമാ? ഈ എന്തിനാ ഇപ്പൊ പെരുമാനിലേക്ക് വന്ന്? അനക്കെന്തോ ഒരു അജണ്ട ഉണ്ടല്ലോ. വാ, സുബൈസ് കഴിച്ചിട്ട് പോ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة തിന്നും. ബായ് എന്റെ മംഗള, നിങ്ങൾ എന്ത് കൂത്തായി കാണിക്കണേ? നിങ്ങളിങ്ങനെ തീറ്റയും കാശും കൊടുത്ത് കഴിഞ്ഞാൽ പണിക്കും പോവും. ഇതൊന്നും ശരിയല്ലോ മംഗള. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ബഷീറെ. ഇദ്ദേഹം എന്താ പറഞ്ഞ ഇപ്പം പിടിച്ച് തല്ലോ? അതല്ല ബഷീറെ, കാര്യമുണ്ട്, ഞാൻ പറയാം. നീ പോയി ഒളിവ്. ഞാൻ ഒന്നെടുത്തോളാം. വെറുതെ പണിക്കുന്ന തീറ്റയും കാശും കൊടുത്ത് വഷളാക്കണം. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? അങ്ങയുടെ മനസ്സിലിപ്പോ എന്താ? തങ്ങള് മലയിൽ എന്താ? തന്നെയതാ മുഖ്യനോട് എത്ര തവണ പറഞ്ഞതാ പൂപ്പലുണ്ട്. എന്നിട്ടെന്താ വേറെ ആരും തന്നായിരുന്നു? നീ ഇഷാനിസ്കാരം കഴിഞ്ഞ് തങ്ങള് കലങ്കിലേക്കൊന്ന് വാ. കാലി അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. അങ്ങോട്ടാണ് സത്യത്തിന്റെ പുറകെ. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ. അത് പിന്നെ പറയണോടാ മുജി, എത്ര കാലായടാ പകലൊരു കല്യാണം കൂടിയിട്ട്. ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കൂലായിരുന്നു. അമ്പൂട്ടി ഈ വരണട്ടാ. അല്ലടോ, എനിക്ക് ഈ കൊടി ഒഴിവാക്കാനായില്ല. സത്യം പറയാലോ മുക്രി, ഈ കാക്കക്കൂട്ടവും ബഹളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല്. പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ. എന്നാ പോട്ടെ.